ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് വെച്ച് നമ്മുടെ വാട്സാപ്പ് നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അവസാനം കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വന്നിരിക്കുന്നത് ബംഗാൾ കാറ്റിൻ്റെ ഫീമെയിൽ കിറ്റനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 17,500 രൂപയാണ് ഈ ഫീമെയിൽ കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ബംഗാൾ കാറ്റിൻ്റെ ഫീമെയിൽ കിറ്റൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിരിക്കും. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു ഫീമെയിലാണ്. 2 വയസ്സ് പ്രായം കഴിഞ്ഞത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 ലിറ്റർ എടുത്തതാണ്. അപ്പോൾ ഈ ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിലിന് അവർ ചോദിക്കുന്നത് 15,000 രൂപയാണ്. ഈ ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൽട്ട് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഹെഡ്ജ് ഹോഗാണ്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രീഡിംഗ് പെയറും 5 ചിക്സ് ബേബീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം പാരൻസ് വന്നിരിക്കുന്നത് ആൽബിനോയും അതേപോലെ തന്നെ ഒരു ബ്രൗണാണ് വന്നിരിക്കുന്നത്. അതേപോലെ 5 ബേബീസ് വന്നിരിക്കുന്നത്. അതിൽ 2 സാൾട്ട് ആൻഡ് പെപ്പർ കളറ്, ഒരു ബ്രൗൺ മെയിലാണ്, 3 മെയിലാണ്, ആൽബിൻ 2 ഫീമെയിലാണ്. അപ്പോൾ 5 ബേബീസും 2 പേരൻസ് അടക്കം 7 കൂടി 14,000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ. ബൾക്കായിട്ടാണ് കൊടുക്കുള്ളൂ, ബൾക്ക് സെയിൽ മാത്രമേ ഉള്ളൂ. 14,000 രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബൾക്ക് സെയിൽ ഹെഡ്ജ് ഹോഗാണ് വന്നിരിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ലാബ് വന്നിട്ടുണ്ട്, ഒരു പോമറേനിയൻ സ്പിരിറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ചാവറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് ലാബിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ ലാബിൻ്റെ ഒരു ഫീമെയിലും വന്നിട്ടുണ്ട്. അതുപോലെ പോമറേനിയൻ സ്പിരിറ്റ്സിൻ്റെ ഒരു ഫീമെയിലും. ഇത് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ ഈ 3 ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്ക് ഫ്രീ അഡോപ്ഷനായിട്ട് എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ഫ്രീ അഡോപ്ഷനുകളൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ നോക്കാൻ പറ്റാതെ കൊടുക്കാനുണ്ടെങ്കിൽ പപ്പി കണ്ടീഷനല്ലോ അല്ലെങ്കിൽ ഫ്രീ അഡോപ്ഷനൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ഡോഗുകളാണ് നമുക്കിന്ന് ഫ്രീ അഡോപ്ഷനായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ചാവറയാണ് ലൊക്കേഷൻ. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 3 വെച്ചൂർ പശുക്കളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ അടുത്ത് നീലേശ്വരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് 4.5 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള വെച്ചൂർ പശുവാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെച്ചൂർ പശുവിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 30,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറ് ഫസ്റ്റ് പ്രഗ്നൻ്റ്. ഇത് വന്നിരിക്കുന്നത് അടുത്ത വെച്ചൂർ പശുവാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 2 പ്രസവം കഴിഞ്ഞതാണ്. ഇപ്പോൾ കറവയുള്ള പശുവാണ് വന്നിരിക്കുന്നത്. 3 ലിറ്റർ പാല് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 2 പ്രസവം കഴിഞ്ഞാണ്. ഇതിന് അവർ ചോദിക്കുന്നത്, വെച്ചൂർ പശുവിന് ചോദിക്കുന്നത് 37,000 രൂപയാണ്. ഈ വെച്ചൂർ പശുവിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 37,000 രൂപ. അപ്പോൾ നല്ല അടിപൊളി വെച്ചൂർ പശുക്കളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് 3ാമത്തെ വെച്ചൂർ പശു വന്നിരിക്കുന്നത്. 2ാമത്തെ പ്രഗ്നൻസിയാണ് വന്നിരിക്കുന്നത്. 2ാമത് പ്രഗ്നൻ്റ് 4 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്നത് 38,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വെച്ചൂർ പശുക്കളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ 3 എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ നീലേശ്വരാണ് പ്രോപ്പർ ലൊക്കേഷൻ. മലയാറ്റൂർ അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3 വെച്ചൂർ പശുക്കളാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാൽമേഷൻ്റെ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൊടുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഡാൽമേഷൻ്റെ പപ്പിക്ക് അവർ വെറും 4,500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ഡാൽമേഷൻ്റെ പപ്പി നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് ഡാൽമേഷൻ നല്ല അടിപൊളി പപ്പി സെയിലിനായിട്ട് വന്നിരിക്കുന്നത്.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിന്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 75 ദിവസം പ്രായമായിട്ടുള്ള മെയിൽ പപ്പിക്ക് അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ് 3000 രൂപയാണ്. 3000 ആണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോയും വീഡിയോയും നമ്മളിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പി 75 ദിവസം പ്രായമുണ്ട്. 3000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് ഫാദറിൻ്റെ ഫോട്ടോയാണ് ഇത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മദറിൻ്റെ ഒരു വീഡിയോയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് മദർ വന്നിരിക്കുന്നത്. ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 6000 രൂപയാണ് ഈ ലാബിൻ്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 5 മാസം പ്രായമായിട്ടുള്ള ലാബിൻ്റെ ഫീമെയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ലാബിൻ്റെ ഫീമെയിലിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 5 മാസം പ്രായമുള്ള സെമി അഡൾട്ട് ലാബിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 6000 രൂപയാണ് ചോദിക്കുന്നത് അവർ. നാടൻ പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നാടൻ പ്രാവുകൾക്ക് ജോഡി 200 രൂപയാണ് ജോഡിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. പാലക്കാടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നാടൻ പ്രാവുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഗ്രേഡേൻ്റെ ഒരു 8 മാസം പ്രായമുള്ള മെയിൽ ഡോഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 23,000 രൂപയാണ് ഈ ഗ്രേഡേൻ്റെ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 8 മാസം പ്രായമുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡൾട്ട് ഗ്രേഡേനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന. റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഷിറ്റ്സുവിൻ്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമായത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് കാഞ്ഞൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3 പപ്പീസാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഒരു മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 3 എണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഷിറ്റ്സുവിൻ്റെ പപ്പീസൊക്കെ 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ 3 എണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ. അതല്ല സിംഗിൾ പീസായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. 15,000 രൂപ. ഒരു മെയിൽ പപ്പിയും 2 ഫീമെയിൽ പപ്പീസാണ് നമുക്കിവിടെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഷിറ്റ്സുവിൻ്റെ പപ്പീസിനൊക്കെ 3 ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ നല്ല റേറ്റ് കുറവിന് കിട്ടുന്നതായിരിക്കും. 12,000 രൂപയാണ് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസ് അയക്കാൻ മറക്കണ്ട. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഇടുന്നത്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റ് ഫാമിലി മെമ്പേഴ്സിലേക്കും പെറ്റ്സായിട്ട് റിലേറ്റഡുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അലിഗേറ്റർ കാറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 15 ഇഞ്ച് സൈസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 2,000 രൂപയാണ് ഈ അലിഗേറ്റർ കാറിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ. 2,000 രൂപ, 2,000 റുപ്പീസ്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കോക്ടെയിലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ആൽബിനോ കോക്ടെയിലുകൾ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5 പീസ് ആൽബിനോ കോക്ടെയിലുകൾ കൊടുക്കാനുണ്ട്. 5 മാസം ആയതും 7 മാസം ആയതാണ് കൊടുക്കാനുള്ളത്. 5 to 7 മാസം പ്രായമുള്ള ആൽബിനോ കോക്ടെയിലുകൾ 5 പീസാണ് കൊടുക്കാനുള്ളത്. ഒരെണ്ണത്തിന് അവർ ചോദിക്കുന്നത് 1,700 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പാലാരിവട്ടമാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സ്പോട്ടഡ് കാറ്റ് ഫിഷുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പുനല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണം കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ 2 എണ്ണത്തിനും കൂടി അവർ ചോദിക്കുന്ന റേറ്റ് 700 രൂപയാണ്
ഈ രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. രണ്ടെണ്ണം കൂടി 700 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ല, ഡയറക്റ്റ് നിന്ന് എടുക്കേണ്ടി വരും. കൊല്ലം ജില്ലയിൽ പുനലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം കൂടി 700 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 2 മെയിൽ കിറ്റനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഗോൾഡൻ കളർ 2 മെയിൽ കിറ്റൻസ്. തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു കിറ്റൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 3500 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി 2 ക്യൂട്ടായിട്ടുള്ള 2 മെയിൽ കിറ്റനുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. ആ 2 ബ്രൗൺ കളർ മെയിൽ കിറ്റനുകളാണ് കൊടുക്കാനുള്ളത്. 3500 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഡുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വല്ലാർപാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വയലറ്റ്, പാർ ബ്ലൂ ഫിഷർ ഒരെണ്ണം, അതേപോലെ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ 2 എണ്ണം, 3 എണ്ണം 8 മാസം പ്രായമായതാണ്. അപ്പോൾ ഈ 3 എണ്ണത്തിനും കൂടി അവർ ചോദിക്കുന്ന റേറ്റ് 2500 രൂപയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വല്ലാർപാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 ആഫ്രിക്കൻ ലവ് ബേഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പറവപ്രാവുകളാണ്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5 പെയർ പറവപ്രാവും ഒരു നൺസാണുള്ളത്. 11 പ്രാവുകളാണ് കൊടുക്കാനുള്ളത്. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 5 പെയർ പറവകളും ഒരു നൺസുമാണ് വന്നിരിക്കുന്നത്. 11 പ്രാവുകൾ 4000 രൂപയാണ് അവർ റേറ്റ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. 30+ പ്രാവുകൾ 20000 രൂപയാണ് ബൾക്ക് സെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 30+ പ്രാവുകളുണ്ട്. 20000 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. അത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ടോപ്പ് ക്വാളിറ്റി ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ബേഡുകൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ആ ബേഡുകൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ഫാൻറ്റെയിലുകളുണ്ട്, ചൈനീസ് ഔളുണ്ട്, ഹിപ്പി ഉണ്ട്, സാറ്റിൻ ഉണ്ട്, മുദീനുണ്ട്, റെഡ് മുദീനൊക്കെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ അഡൽട്ട് ഹോമറിൻ്റെ ക്രോസുകളുണ്ട്. അടിപൊളി മുദീനയാണ് വന്നിരിക്കുന്നത്. റെഡ് മുദീന അടിപൊളി ഒരു പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ബേഡുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബൾക്കായിട്ട് എടുക്കുമ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഗ്രേ ബാർ ഹിപ്പികൾ 3 എണ്ണം വന്നിട്ടുണ്ട്. ഗ്രേ ബാറുകളാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകൾ. അതേപോലെ തന്നെ ഫാൻറ്റെയിൽസിൽ വന്നിരിക്കുന്നത് ഒപ്പൽ വന്നിട്ടുണ്ട്. അതേപോലെ ഒപ്പലൂഷൻ വന്നിട്ടുണ്ട്, ആൻഡുലൂഷൻ വന്നിട്ടുണ്ട്, ചെക്കർ വന്നിട്ടുണ്ട്, വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി അതേപോലെ നല്ല അടിപൊളി കളേഴ്സിലൊക്കെ ഉള്ള ഫാൻറ്റെയിലുകൾ വന്നിട്ടുണ്ട്. അതുപോലെ സാറ്റിനിൽ ആൽമണ്ട്, ചെക്കർ, ബ്ലൂ ബാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകൾ നല്ല ഒരു ഓഫർ റേറ്റിനാണ് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിൽ വരുമ്പോൾ ബ്രീഡിംഗ് പെയറുകളുണ്ട്. അതുപോലെ എല്ലാം അഡൽട്ട് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.